അപ്പോൾ ഇന്നൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ആർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എസ്പെഷ്യലി ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ സ്കൂളിൽ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആക്കി കൊടുക്കാൻ പറ്റൂട്ടോ. പിന്നെ ഈ വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ തട്ടിക്കൂട്ടിയൊക്കെ ഓരോന്ന് ഉണ്ടാക്കി കൊടുത്താൽ ഓരോത് കഴിച്ചോളും. അപ്പോൾ എണ്ണ ഒഴിച്ചതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി ചോപ്പ് ചെയ്തത് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അതിൻ്റെ കൂടെ ഫൈനായിട്ട് കട്ട് ചെയ്ത ഒനിയൻ കൂടി ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള എല്ലാ പച്ചക്കറിയും നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ വരും കേട്ടോ. പിന്നെ സോൾട്ട് ആൻഡ് പെപ്പറും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോയ് സോസ് ഞാൻ അവിടെ ആഡ് ചെയ്തിട്ടില്ല. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഓപ്ഷണൽ ആണ് കേട്ടോ. പിന്നെ ആ എഗ്ഗ് ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. പിന്നെ വെജിറ്റബിൾസും എഗ്ഗും കൂടി മിക്സ് ചെയ്തിട്ട് അപ്പോൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസും കൂടി നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ റൈസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു 95% മതി കേട്ടോ കുക്ക് ചെയ്തത്. പിന്നെ ഫൈനൽ സ്റ്റെപ്പിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റവ് ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ചും കൂടിയും പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.